കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. അപ്പൊ ഇന്നത്തെ ഇഗ്നോ ഫോക്കസ് 3.0 ഇഗ്നു മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിൽ നമ്മൾ നോക്കുന്നത് MA ഹിസ്റ്ററിയിലെ MHI 101 എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പോൾ ഈ ഒരു ഇഗ്നു നമ്മുടെ ഈ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളെ മെയിൻ ആയിട്ടും ഈ പറയുന്ന നിങ്ങൾക്ക് ഒരു ഇൻഡെപ്ത് അനാലിസിസ് ഈ ഒരു സബ്ജക്റ്റിൽ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നതിനോടൊപ്പം തന്നെ ഒരു പ്രെഡിക്റ്റീവ് എക്സാം ഗൈഡ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു December 2024 ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന MA ഹിസ്റ്ററി ലേണേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഭയങ്കര സ്ട്രാറ്റജിക് ആയിട്ടുള്ള അപ്രോച്ചസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ ഇഗ്നോ ഫോക്കസ് 3.0 എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് ആൻഡ് അപ്രോച്ചസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സിലബസിനെ പറ്റിയിട്ടും അതിലുള്ള ബ്ലോക്കുകളെ പറ്റിയിട്ടും ടോപ്പിക്സും യൂണിറ്റ്സും ഒക്കെ തന്നെ എക്സാം റിലേറ്റഡ് ആയിട്ട് എക്സാം പ്രയോറിറ്റൈസ് ചെയ്ത് പറഞ്ഞു തരാം. അതേപോലെ തന്നെ എന്താണ് മുൻപ് ഉണ്ടായിരുന്ന ടേം ആൻഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഏരിയക്ക് ഏരിയകളിലാണ് കവർ ചെയ്യുന്നതെന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ അതിനോടൊപ്പം തന്നെ എന്താണ് ഒരു പ്രെഡിക്റ്റീവ് അനലറ്റിക്സ്, ഈ പറയുന്ന ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഒന്ന് ഫോർകാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു മോഡൽ ആൻസറും അതേപോലെ തന്നെ ഈ ഇവാലുവേഷൻ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിന്റെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഡോക്യുമെന്റ് നമുക്ക് അവൈലബിൾ ആകുന്നത് നമ്മുടെ ആപ്പ് ത്രൂ ആണ്. ആപ്പിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ലേണേഴ്സിന് ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ ആപ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ മെയിൻ ആയിട്ടും ഈ ഒരു ഡോക്യുമെന്റിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഈ ഇൻട്രൊഡക്ഷനിൽ മെയിൻ ആയിട്ടും ഈ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഗൈഡിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത് സിലബസിനെ മാപ്പിംഗ് ചെയ്യുകയാണ്, അതായത് ബ്ലോക്കുകളായിട്ടും യൂണിറ്റ്സ് ആയിട്ടും അതേപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സുകളിലാണ് എക്സാമിന് റെലവെന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ പിന്നെ നമ്മൾ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നടത്തിയിട്ടുള്ളത് അതില്. അപ്പൊ അതിൽ നമുക്ക് മെയിൻ ആയിട്ടും ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഹൈ വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ തീമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, ലൈക്ക് എക്സാമിനെ മനസ്സിലാക്കാനും ഡീകോഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഏതൊക്കെ തീംസ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളതെന്ന് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ബ്ലോക്കുകളായിട്ടും യൂണിറ്റ്സ് ആയിട്ടും ടോപ്പിക്സ് ആയിട്ടും വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഗൈഡിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഏതൊക്കെ ടോപ്പിക്സ് ആയിരിക്കും കൂടുതൽ കാണാനുള്ള സാധ്യത, വരാനുള്ള സാധ്യത, അതിന്റെ ഒരു പ്രോബബിലിറ്റി, അതിന്റെ ഒരു പ്രഡിക്ഷനും നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ്ലി നമ്മൾ കൊടുക്കുന്നത് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ വരാൻ സാധ്യതയുള്ള ഹൈലി പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും, ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ എല്ലാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. എങ്കിലും ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ അനാലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു വരുന്ന ഫ്രീക്വൻസി ഒക്കെ നമ്മൾ നോക്കിക്കൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ
കമന്റ്സിലൂടെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായി അല്ലെ. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഡോക്യുമെന്റിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം നമ്മൾ അതിന്റെ ഒരു മോഡൽ ആൻസർ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഇനി നിങ്ങൾ സെൽഫ് ആയിട്ടാണ് അത് ആൻസർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇവാലുവേഷൻ നടത്തുന്നത്, അതിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മോഡൽ ആൻസറിന്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രെഡിക്റ്റീവ് അനാലിസിസും മോഡൽ ആൻസേഴ്സും എന്ന് പറയുന്നത് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഞങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഈ ഒരു ഇഗ്നുവിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഈ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് അത് എങ്ങനെയാണ് സിലബസ് വെച്ചിട്ട് അത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഫോക്കസ്ഡ് ആക്കാനും സ്ട്രാറ്റജിക് ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആൻസേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ നമുക്ക് പല രീതിയിലും ഇപ്പോ നേച്ചർ ഓഫ് സ്റ്റേറ്റ്സ് പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ തരുമ്പോൾ, ലൈക്ക് എന്താണ് ഇഗ്നു എക്സാം എഴുതുമ്പോൾ എക്സാമിനേറ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമ്മുടെ ആൻസറിൽ കൊണ്ടുവരാനായിട്ട് നമ്മളെ ആ രീതിയിൽ നമ്മളെ പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ ശ്രമം നടത്തുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ MHI 101, അതായത് നമ്മുടെ കോഴ്സ് അറിയാം, ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ സൊസൈറ്റീസ് ആണ്. സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിച്ച് ആൻഡ് ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ് അല്ലെ. അതായത് ഏർലി ഹ്യൂമൻ സൊസൈറ്റീസ് തുടങ്ങിയിട്ട് മോഡേൺ വേൾഡ് വരെയുള്ള ഒരു ട്രാൻസിഷൻ പഠിക്കുന്നുണ്ട്. ഏൻഷ്യന്റ് പീരീഡിൽ ഉണ്ടായിരുന്ന സമൂഹത്തിന് മനുഷ്യൻ ഫോം ചെയ്തിട്ടില്ലേ, മനുഷ്യന്റെ ഒരു സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഫോമിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് കാണുന്ന ആ ഒരു രീതിയിലോട്ടുള്ള ഒരു സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ട്രാൻസിഷൻസ് മൊത്തം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു അത്യാവശ്യം കവർ ചെയ്യാനുള്ള ഒരു പേപ്പറാണ് നമുക്കിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഒരുപാട് തീംസ് കവർ ചെയ്യുന്നുണ്ട്. അതായത് ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, അതുപോലെ തന്നെ സിവിലൈസേഷൻസിന്റെ ഒരു വളർച്ചയും അതിന്റെ തകർച്ചയും, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് ഈ സൊസൈറ്റീനെ ഫോം ചെയ്തു വരാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ദെൻ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്തൊക്കെ മാറ്റങ്ങളാണ് സൊസൈറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ തന്നെ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് നിങ്ങൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ പഠിക്കണം, ദെൻ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതൊക്കെ കൂടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ, അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നതിന്റെ ഒരു മോഡൽ ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഇഗ്നു ഫോക്കസ് വന്നിരിക്കുന്നത്. അൾട്ടിമേറ്റ് അനാലിസിസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗൈഡ് നമുക്ക് യൂസ് ചെയ്യുന്നതിന് യൂസ് ചെയ്യണം, നിങ്ങൾ വായിക്കണം, ഇതിലൂടെ പോകണം എന്ന് പറയാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് നമ്മുടെ സിലബസിനെയും എക്സാം എക്സ്പെക്ടേഷനും നമുക്ക് തരും. അതേപോലെ തന്നെ എന്താണ്, ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സും നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റിലൂടെ മനസ്സിലാവും. അതേപോലെ തന്നെ ഈ ഒരു കൃത്യമായിട്ട് എങ്ങനെ ഒരു വെൽ സ്ട്രക്ചേർഡ് ആൻസർ ഇഗ്നുവിന്റെ സ്റ്റാൻഡേർഡ്സിൽ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ലേണേഴ്സ് ആണ്, ലേൺ വൈസ് ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ലൈവ് സെഷൻസും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി കണ്ടന്റ് അറിയായിരിക്കും. ഇനി ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. കാരണം നമ്മുടെ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ PG ലേണേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസന്റേഷൻ ഒരു ഓഫ് ആൻസർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അവിടെ ഇവിടെ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചാൽ പോരാ, കറക്റ്റ് ഒരു സ്ട്രക്ചറിൽ നമ്മുടെ ആൻസറിനെ കൊണ്ടുവരാനായിട്ട്, ഈ ഒരു ആൻസറിന് കറക്റ്റ് ഒരു സ്ട്രക്ചർ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗൈഡ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇഗ്നു ടേമന്റ് എക്സാമിനേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഫോർ MHI 101 എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ മെയിൻലി ഇനി സിലബസിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ സിലബസിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ഏർലി ഹ്യൂമൻ സൊസൈറ്റീസിൽ നമുക്ക് 12 യൂണിറ്റ് വരുന്നുണ്ട്. അപ്പൊ അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു 15 ഇമ്പോർട്ടന്റ് ലെവൽ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. നെക്സ്റ്റ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ആണ്, 7 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതൊരു മീഡിയം ഇമ്പോർട്ടൻസ് ലെവൽ ആണ്. ദെൻ പേർഷ്യൻ എംപയർ ആണ്, അതിൽ 7 യൂണിറ്റ്സ് തന്നെയാണ് അഗെയിൻ വരുന്നത്. അതിലൊരു 8 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 8 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അത്രയും കണ്ടന്റ് അതിലുണ്ടെന്ന്. ദെൻ അതൊരു ലോ ഇമ്പോർട്ടന്റ് ലെവൽ ആണ് കൊടുക്കുന്നത്. ദെൻ ഏൻഷ്യന്റ് ഗ്രീക്ക് 7 യൂണിറ്റ്സ് ആണ് വരുന്നത്. 20 ക്വസ്റ്റ്യൻസിന്റെ ഒരു ഫ്രീക്വൻസി ആണ് കാണിക്കുന്നത്, ഹൈ ഇമ്പോർട്ടന്റ് ലെവൽ ആണ്. ദെൻ റോമൻ എംപയർ 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഒരു 18 ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി വരുന്നുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഹൈ ആണ്. ദെൻ ലാറ്റിൻ അമേരിക്ക അഗെയിൻ 6 യൂണിറ്റ്സ് തന്നെയാണ് വരുന്നത്. 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, ലോ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ ആണ്. ദെൻ ആഫ്രിക്കയിലോട്ട് വരുമ്പോൾ 7 യൂണിറ്റ്സ് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7 ആണ്, ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുന്നത് ലോ ആണ്. ദെൻ നൊമാഡിക് എംപയേഴ്സ് വരുന്നുണ്ട്, 6 യൂണിറ്റ്സ് ആണ്. ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 6 ആണ്. ദെൻ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ലെവൽ എന്ന് പറയുന്നത് ലോ ആണ്. ദെൻ ലേറ്റ് റോമൻ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, 6 ആണ് യൂണിറ്റ്സ് വരുന്നത്. 12 ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ആണ്, മീഡിയം ആണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ വരുന്നത്. ദെൻ അടുത്തത് അറബ് വേൾഡ് ആണ്. അറബ് വേൾഡിൽ 6 യൂണിറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ എന്താണ് 40 ആണ് അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത, അതൊരു മീഡിയം ആണ്. ദെൻ ചൈനയിലോട്ട് വരുമ്പോൾ 7. ദെൻ അതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു 9 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് ചോദിക്കാം. അതിന് ലോ ഫ്രീക്വൻസി ആണ് കാണിക്കുന്നത്. ദെൻ ഡിബേറ്റ്സ് ഓൺ ഫ്യൂഡലിസം 7 യൂണിറ്റ്സ് ആണ് വരുന്നത്. 11 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, മീഡിയം ആണ്. ദെൻ ഫ്യൂഡലിസം ഫോം സ്ട്രക്ചർ ആൻഡ് ഫേസസ്, അതിനകത്ത് നമുക്ക് 6 യൂണിറ്റ് ആണ് വരുന്നത്. 13 ക്വസ്റ്റ്യനോളം ചോദിക്കാം, മീഡിയം ഫ്രീക്വൻസി ആണ്. ട്രേഡ് ആൻഡ് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം 6 ആണ് വരുന്നത് യൂണിറ്റ്സ്. ദെൻ അതിൽ 10 ആണ്, ഒരു മീഡിയം വരുന്നുണ്ട്. അതുപോലെ ഓഷ്യാനിക് ട്രേഡ് വരുമ്പോൾ 7 യൂണിറ്റ്സ്, 7 ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ലോ ആണ് വരുന്നത്. ബിസിനസ് കമ്മ്യൂണിറ്റീസ് 7 യൂണിറ്റ്സ് തന്നെയാണ്, അതിൽ 6 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, ഒരു ലോ ഫ്രീക്വൻസി ആണ്. കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ് 6 ആണ് വരുന്നത് യൂണിറ്റ്സ്, ഒരു 5 ക്വസ്റ്റ്യൻസോളം ചോദിക്കാനുള്ള ആ ഒരു അത്രയും ഒരു പാർട്ട് അതിനകത്തുണ്ട്, ലോ ഫ്രീക്വൻസി ആണ് വരുന്നത്. ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ 6 യൂണിറ്റ്സ് വരുന്നുണ്ട്, 4 ആണ് വരുന്നത്, ഒരു ലോ ആണ്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജീസ് 9 യൂണിറ്റ്സ് വരുന്നുണ്ട്, 8 ക്വസ്റ്റ്യൻസിനുള്ള ചാൻസ് ഉണ്ട്, ലോ ഒരു ഫ്രീക്വൻസി ആണ് കാണിക്കുന്നത്. ദെൻ റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് 7 യൂണിറ്റ്സ് വരുന്നുണ്ട്. ദെൻ 10 ആണ്, അതൊരു മീഡിയം ഫ്രീക്വൻസി ആണ്. ദെൻ അറബനിസം എന്ന് പറയുന്നത് 7 യൂണിറ്റ്സ് അഗൈൻ വരുന്നുണ്ട്, 12 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, മീഡിയം ആണ്. ദെൻ ടെക്നോളജീസ് ഓഫ് വാർഫെയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ 6 യൂണിറ്റ്സ് ആണ് വരുന്നത്, 9 ക്വസ്റ്റ്യൻസിനുള്ള സാധ്യതയുണ്ട്, ലോ ഫ്രീക്വൻസി ആണ്. ട്രാൻസിഷൻ ടു മോഡേൺ വേൾഡ് 8 യൂണിറ്റ്സ് ആണ് വരുന്നത്, 10 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു അത്രയും പോർഷൻസ് അതിനകത്തുണ്ട്. ദെൻ ഒരു മീഡിയം ആണ് വരുന്നത്. അപ്പൊ ഇതന്നെ നമ്മൾ ഈ പറഞ്ഞ തന്നെ വീണ്ടും ഒരു ബാർ ഡയഗ്രാമിൽ നമുക്ക് കാണിച്ചിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ലെവലുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഒരു പൈ ഡയഗ്രാമിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നത് 13% ആണ്. ദെൻ മീഡിയം ആയിട്ട് വരുന്നത് 39.1% ആണ് വരുന്നത്. ദെൻ ലോ എന്ന് വരുന്നത് 47.8% ആണ്. അപ്പൊ ഇതിൽ ഹൈ പെർസെന്റേജ് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വന്റ് ലെവൽ വരുന്ന ടോപ്പിക്സിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ആ യൂണിറ്റ്സുകൾക്ക് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക. മീഡിയവും നമ്മൾ അത്യാവശ്യം അത് അറിഞ്ഞിരിക്കാം. ലോയിലോട്ട് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് അറിഞ്ഞു വെക്കുക. കാരണം നമ്മൾ PG ലേണേഴ്സ് ആണ്, നമ്മുടെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമുക്ക് എഴുതാനായിട്ട് പഠിക്കേണ്ടതില്ല, പ്രസന്റ് ചെയ്യാൻ നമ്മൾ ഫുള്ളി കോൺഫിഡന്റ് ആവേണ്ടത് ഈ ഹൈ ആൻഡ് മീഡിയം ഫ്രീക്വൻസി ലെവൽ ടോപ്പിക്സിൽ ഇമ്പോർട്ടന്റ് ലെവൽ ടോപ്പിക്സുകളാണ്. ദെൻ SC ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ശരിക്കും വരുന്നത് നമുക്ക് കുറച്ച് ടൈപ്പുകളായിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. SC ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതായത് ലോങ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതായത് ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വേണം, നമ്മുടെ ആർഗ്യുമെന്റേഷനും എല്ലാം അതിനകത്ത് വേണം. അപ്പൊ അത് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്കസ് ദി സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ റോമൻ എംപയർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു ലോങ് എസ്സേയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എന്താണ്, ഒറിജിൻ ഓഫ് ക്രിസ്ത്യാനിറ്റി വരണം, ദെൻ റോമിൽ അതിന്റെ സ്പ്രെഡ് എഴുതണം, ദെൻ അതിന്റെ ലാസ്റ്റ് ഒരു ഡിക്ലൈൻ പറയണം. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ അതേപോലെ ഷോർട്ട് നോട്ട്സ് വരാം, അതായത് ടിപ്പിക്കലി ഒരു 10 മാർക്സിനൊക്കെ വരുന്നതായിരിക്കാം. ഒരു ഫോക്കസ്, ഒരു
ഒരു സെർട്ടൈൻ ഒരു ടോപ്പിക്കിനെ പറ്റി മാത്രം എഴുതുക. അപ്പൊ എസ്തെറ്റിക് സിവിലൈസേഷൻ അതിനെ പറ്റിയിട്ട് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അതിനെ പറ്റി മാത്രം എഴുതിയാൽ മതിയായിരിക്കും. ലൈക്ക് അതിനകത്ത് വേറെ എക്സ്പ്ലനേഷൻസോ കാര്യങ്ങളോ കൊണ്ടുവരേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് കമ്പാരിറ്റീവ് അനാലിസിസ് വരാം. അത് ഭയങ്കര ഒരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ അതിൽ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ ആൻസർ ചെയ്തണം. ഇപ്പൊ ഇൻകാസിന്റെയും എസ്തെറ്റിക്സിന്റെയും പൊളിറ്റിക്കൽ സ്ട്രക്ചർ കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇൻക, ദെൻ എസ്തെറ്റിക്സിന്റെ ഇവല്യൂഷൻ എഴുതണം, ദെൻ പൊളിറ്റിക്കൽ സ്ട്രക്ചറിലോട്ട് വരണം, ദെൻ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ആൻസറിൽ എഴുതാനായിട്ട്. ദെൻ ഡിസ്ക്രിപ്റ്റീവ് ക്രിട്ടിക്സ് ചോദിക്കാം. ക്രിട്ടിക്സ് ചോദിക്കുമ്പോൾ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഹിസ്റ്ററി സ്റ്റുഡൻസ് ആയതുകൊണ്ടും നമ്മളൊരു റിസർച്ച് ഒരു ലെവലിലോട്ട് എത്തുന്നത് കൊണ്ടും ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ തിയറീസിന് എന്ന് പറയുന്നത് 15 to 20 മാർക്സിന് വരുന്ന ലോങ് എസ്സേസ് ആണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അതിന്റെ എല്ലാ ഭാഗങ്ങളും, അതായത് ഇവിടെയാണ് നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഹിസ്റ്റോറിയൻസിന്റെ ഒക്കെ ഒരു വ്യൂ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സെർട്ടൈൻ ഒരു പോയിന്റിനെ പറ്റിയിട്ടുള്ള എന്താ പറയാ ഈ പറയുന്ന ഡിബേറ്റുകളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക, ഹിസ്റ്റോറിയൻസിന്റെ വ്യൂ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക, അവരുടെ പെർസെപ്ഷൻ ഇൻക്ലൂഡ് ചെയ്യാം, എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും കൊണ്ടുവരാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ക്രിട്ടിക്സ് ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം തിയറീസ് ഇൻ യൂറോപ്പ്. ഫ്യൂഡലിസം തിയറീസ് യൂറോപ്പില് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിന്റെ ഡിക്ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള തിയറീസ് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ക്രിട്ടിസൈസ് ചെയ്ത് എഴുതാനായിട്ടുള്ള. അപ്പൊ നമ്മൾ ഇതിൽ ക്രിറ്റിസിസം എഴുതുമ്പോൾ ഓൾറെഡി ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള വന്നിട്ടുള്ള ആളുകളുടെ ക്രിറ്റിസിസംസ് എഴുതണം. ലാസ്റ്റ് ഇതിൽ നിന്നെല്ലാം ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു പെർസെപ്ഷനും കൂടി എഴുതുകയാണെങ്കിൽ ആൻസർ കുറച്ചും കൂടി എന്താണ് ഒരു നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു നീറ്റ് ആൻസർ ആയിട്ട് നമ്മുടെ ആൻസർ ഫോം ചെയ്യും. ദെൻ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ടെൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ ഏർലി ഹ്യൂമൻ സൊസൈറ്റീസ് ഒരു ഫ്രീക്വൻസി കാണിക്കുന്ന ഒരു 5 ആണ്. ലൈക്ക് ക്വസ്റ്റ്യൻ ടൈപ്പ് എസ് ആണ് നമുക്ക് അതിൽ കൂടുതലായിട്ട് ചോദിക്കുന്നത്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന ഷോർട്സ് ആണ്. ഇപ്പൊ ഇൻക, എസ്തെറ്റിക്സ് പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടാണ് പലപ്പോഴും ചോദിച്ചു കണ്ടുവന്നിട്ടുള്ളത്. റോമൻ എംപയർ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ് അനാലിസിസ് ആണ്. റോമൻ എംപയറിലെ പല കാര്യങ്ങളും ഇപ്പൊ ഈ പറഞ്ഞ പോലെ റിലീജിയൻ ആണെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഏർലി റോമൻ എംപയർ, അതേപോലെ തന്നെ അതിനുശേഷം റിപ്പബ്ലിക്കൻ റോമൻ എംപയർ, നമ്മളെ ഡിഫറൻസസ് കാര്യങ്ങളൊക്കെ എന്താണ് പലപ്പോഴും കമ്പയർ ചെയ്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ഫ്യൂഡലിസം ഫോംസ് സ്ട്രക്ചർ ഫേസസ് എന്ന് പറയുന്നത് ക്രിട്ടിക്സ് ആണ്. കാരണം ഫ്യൂഡലിസത്തെ പറ്റി നമുക്ക് കിട്ടുന്ന കൂടുതൽ അറിവുകൾ എന്ന് പറയുന്ന പല ചരിത്രകാരന്മാരും പല എക്കണോമിക് സോഷ്യോളജിസ്റ്റ് ഹിസ്റ്റോറിയൻസും പഠിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് പലപ്പോഴും ക്രിട്ടിക്സ് രൂപത്തിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്കുകളിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഏർലി ഹ്യൂമൻ സൊസൈറ്റീസിന് മിക്കതും 20 മാർക്കിനുള്ള എസ്സേസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിന് 15 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പേർഷ്യൻ എംപയറിൽ നിന്ന് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും ഏൻഷ്യന്റ് ഗ്രീസിൽ നിന്ന് 20, ഫ്യൂഡലിസം 25 എന്നുള്ള രീതിക്കാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ അഗെയിൻ ഇത് തന്നെ ഒരു ബാർ ഡയഗ്രാമിലാണ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇത് നോക്കുകയാണെങ്കിൽ എസ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം തന്നെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. 25% വീതം എസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്രിട്ടിക്സ് ആണെങ്കിലും കമ്പാരിറ്റേറ്റീവ് അനാലിസിസ് ആണെങ്കിലും ഷോർട്ട് ആൻസർ ആണെങ്കിലും ടോട്ടൽ 100% എല്ലാം തന്നെ ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കണ്ടിട്ടുള്ളത്. ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഏർലി ഹ്യൂമൻ സൊസൈറ്റീസിൽ നോക്കുകയാണെങ്കിൽ കോൺസിക്വൻസസ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കില് ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് എ നോട്ട് ഓൺ ദ കോൺസിക്വൻസസ് ഓഫ് അഡോപ്ഷൻ ഓഫ് അഗ്രികൾച്ചർ ബൈ ഹ്യൂമൻസ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്, എസ് എ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇതിൽ അഗ്രികൾച്ചറിന്റെ ഇവല്യൂഷൻ കാര്യങ്ങൾ എഴുതേണ്ടതുണ്ട്. അതായത് എമർജൻസ് ഓഫ് അഗ്രികൾച്ചറിന്റെ തിയറീസും പ്ലസ് ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ കോൺസിക്വൻസസും കൂടി നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിൽ ടോപ്പിക് സോഷ്യൽ സ്ട്രക്ചർ ഇൻ ബ്രോൺസ് ഏജ് സൊസൈറ്റീസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഗ്രീക്കില്, അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ വരുന്ന ഈജിപ്റ്റ്, ഇൻക, എസ്തെറ്റിക്സ് ഇവിടെയൊക്കെ വരുന്ന സോഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് എഴുതാനായിട്ടാണ് 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഏൻഷ്യന്റ് ഗ്രീക്കില് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ അരിസ്റ്റോക്രാസി ആൻഡ് പെസൻട്രി എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്നും ലൈക്ക് ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെയായിരുന്നു എന്നുള്ളത് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കുറച്ചും കൂടി ഈസി ആണ് വരുന്നത്. ലൈക്ക് നമ്മുടെ ഗ്രീക്ക് റിപ്പബ്ലിക് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തത് റോമൻ എംപയറിലെ സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി, ലൈക്ക് അതിന്റെ ഈ പറയുന്ന ഒറിജിൻ, അതായത് അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഡിസ്കസ് ദി പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ റോമൻ യൂറോപ്പ് എന്നുള്ളത്. അപ്പൊ എമർജൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി, പിന്നെ ഇതിന്റെ സ്പ്രെഡ്, ദെൻ നമുക്ക് പറ്റുകയാണെങ്കിൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടും ഇതിന്റെ ഒരു ഡിക്ലൈൻ ഫേസും കൂടി നമുക്ക് വേണമെങ്കിൽ എഴുതാനായിട്ട് പറ്റും. ഫ്യൂഡലിസം വരുമ്പോൾ ഡിബേറ്റ് ഓൺ ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം, അത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദ ഡിബേറ്റ്സ് എമംഗ് ദ സ്കോളേഴ്സ് ഓൺ ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ്. എങ്ങനെയാണ് ഫ്യൂഡലിസം ഡിക്ലൈൻ ആയി എന്നാണ്
എയർലി സ്കോളേഴ്സ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഫ്രീക്വൻസി 9 ആണ്, ഇറ്റ്സ് വെരി ഹൈ. അതുകൊണ്ട് തന്നെ മാർക്ക് 20 മാർക്കിന്റെ എസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എന്താ പറയാ ബ്ലോക്കുകളിൽ നിന്നും കൃത്യമായിട്ട് എല്ലാ ബ്ലോക്കുകളിൽ നിന്നും ടോപ്പിക്കുകളിൽ നിന്നും സിലബസിൽ നിന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ടോപ്പിക്സ് ലൈക്ക് ഫ്യൂഡലിസം ഡിക്ലൈൻ, അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ്, സോഷ്യൽ സ്ട്രക്ചർ ഇൻ ഏൻഷ്യൻ ഗ്രീസ് ആൻഡ് ബ്രോൺസ് ഏജ്, അഗ്രികൾച്ചറിന്റെ ഇവല്യൂഷൻ, ഇതുപോലെയുള്ള കാര്യങ്ങള് എന്താ പറയാ ഭയങ്കരമായിട്ടും പ്രയോറിറ്റൈസ് ചെയ്ത് ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് എസ്സേ ലൈക്ക് നമുക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ അനാലിസിസ് നമ്മുടെ ലോങ് എസ്സേസിലും കാര്യങ്ങളിലും നമ്മുടെ ആൻസറിൽ വരണം. അതേപോലെ തന്നെ എന്താണ് സോഷ്യോളജിക്കൽ ചേഞ്ചസും അതിന്റെ ട്രാൻസിഷനും ഓരോ സമയത്തും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അതൊരു മീൻസ് ഓരോ സമയത്തും എങ്ങനെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊരു ട്രെൻഡ് ക്വസ്റ്റ്യൻ ഡിസൈനിന്റെ ഒരു ട്രെൻഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഹൈ പ്രോബബിലിറ്റി നിങ്ങളൊരു പ്രഡിക്ഷൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഏർലി ഹ്യൂമൻ സൊസൈറ്റീസിൽ കോൺസിക്വൻസസ് ഓഫ് അഗ്രികൾച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പാസ്റ്റ് എക്സാംസിലൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്, അതിലെ സോഷ്യൽ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഓരോ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിലെ ഗ്രീക്ക്, ഇൻക, ഏസ്റ്റിക് പോലെയുള്ള സിവിലൈസേഷൻസിന്റെ സോഷ്യൽ സ്ട്രക്ചറിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇപ്പൊ ഏർലി ഹ്യൂമൻ സൊസൈറ്റീസിലാണെങ്കിൽ എമർജൻസ് ഓഫ് അഗ്രികൾച്ചറിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ നമ്മൾ കോൺസിക്വൻസസ് ഓഫ് അഗ്രികൾച്ചർ പഠിക്കണം. ദെൻ റോമൻ എംപയറിലോട്ട് വരുമ്പോൾ സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി നമ്മൾ കൂടുതലായിട്ട് നോക്കണം. ലൈക്ക് എങ്ങനെയാണ് അത് സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. ദെൻ ഫ്യൂഡലിസത്തിലോട്ട് വരുമ്പോൾ ഡിബേറ്റ്സ് ആണ്, ഫ്യൂഡലിസം ഡിക്ലൈൻ ഡിബേറ്റ്സ് ആണ് നമ്മൾ കുറച്ചും കൂടി നോക്കേണ്ടത്. നൊമാഡിക് എംപയർസിൽ നോക്കുമ്പോൾ ഫോർമേഷൻ ഓഫ് നൊമാഡിക് എംപയേഴ്സ് ആണ് നോക്കേണ്ടത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നോക്കുമ്പോൾ സയന്റിഫിക് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുക, സയന്റിഫിക് ആയിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് ആയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഈ പറയുന്ന ഈ പ്രോബബിലിറ്റി റേറ്റിംഗ്സ് എന്ന് പറയുന്ന ടോപ്പിക്സ്, അതായത് ഹൈ മീഡിയം പ്രോബബിലിറ്റിയിൽ ബേസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബേസിസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ കോൺസിക്വൻസസ് ഓഫ് അഗ്രികൾച്ചറും സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസും ഡിബേറ്റ് ഓൺ ഫ്യൂഡലിസം ഡിക്ലൈനും ഒക്കെ തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മീഡിയം പ്രയോറിറ്റി എന്ന് പറയുന്നത് നൊമാഡിക് എംപയേഴ്സ്, സയന്റിഫിക് അഡ്വാൻസസ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊരു സെക്കൻഡറി പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചത് അത്രയും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കേണ്ട ടോപ്പിക്സ് ആണ്. പിന്നെ മെയിൻ ആയിട്ടും പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ടൈം നമ്മൾ ഇതിൽ അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. കാരണം ഒരുപാട് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്. ഈ പറയുന്ന പ്രോബബിൾ ടോപ്പിക്സിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ടോപ്പിക്സും കവർ ചെയ്ത് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ടൈം എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. സോഷ്യൽ സ്ട്രക്ചർ ആയതുകൊണ്ട് അല്ലെങ്കിൽ സൊസൈറ്റീസിനെ ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ സൊസൈറ്റീസ് എന്ന് പറയുന്ന ആ ഒരു സൊസൈറ്റി റിലേറ്റഡ് പേപ്പർ ആയതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടങ്ങളിലെയും സമൂഹം എങ്ങനെയായിരുന്നു എന്നുള്ളത് പ്ലസ് അഡീഷണലി നമ്മൾ ഈ ഒരു പേപ്പറിൽ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു പേപ്പർ സോഷ്യൽ ഹിസ്റ്ററി ആണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് റാദർ ദാൻ എക്കണോമിക് ഓർ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയെക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ടത്
സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു ഓരോ കാലഘട്ടങ്ങളിലും എന്നുള്ളതാണ്. ദെൻ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതില് MSI 101 ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ സൊസൈറ്റീസ് ആണ്. 3 അവേഴ്സിനാണ് എക്സാം. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ ഇനി ഇതിൽ തന്നിരിക്കുന്നത് ഫുൾ എസ് ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് 500 വേർഡ്സിന് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, 5 ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ സെഷൻ 1 വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്കസ് ദ കോൺസിക്വൻസസ് ഓഫ് അഡോപ്ഷൻ ഓഫ് അഗ്രികൾച്ചർ ഓൺ ഏർലി ഹ്യൂമൻ സൊസൈറ്റീസ്. ഇവിടെ എന്താണ്, കോൺസിക്വൻസസ് ഓഫ് അഗ്രികൾച്ചർ ആണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, അനലൈസ് ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ വിത്ത് ഫോക്കസ് ഓൺ മെസോപ്പൊട്ടോമിയൻ ആൻഡ് ഹാരപ്പൻ സൊസൈറ്റീസ്. ബ്രോൺസ് ഏജ് സൊസൈറ്റീസിന്റെ സോഷ്യൽ സ്ട്രക്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാം ചോദിച്ചിട്ടില്ല. ഇവിടെ മെസോപ്പൊട്ടേമിയയും ഹാരപ്പൻ സിവിലൈസേഷനും മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് രണ്ടിന്റെയും നമ്മൾ എഴുതാം. ദെൻ നെക്സ്റ്റ് വരുന്നത് അരിസ്റ്റോക്രസി ആൻഡ് പ്രസന്ററി തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എങ്ങനെയായിരുന്നു ഏൻഷ്യന്റ് ഗ്രീക്ക് സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നത്, ഇതെങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ ഫോം ചെയ്ത് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ റോമൻ എംപയർ, എങ്ങനെയാണ് ഇത് റോമൻ സൊസൈറ്റിയും ഗവർണൻസിനും ഇമ്പാക്ട് ചെയ്തത് എന്നുള്ള സംഭവമാണ്. അപ്പൊ ഇവിടെ സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ആണ് എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് ഷോർട്ട് ആൻസേഴ്സ് ആണ്, 250 വേർഡ്സ് ആണ്, 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ഇൻവെൻഷൻ ഓഫ് ടൂൾസ് ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ഏർലി ഹ്യൂമൻ സൊസൈറ്റീസ്. ഇങ്ങനെയാണ് ടൂൾസ്, നമുക്കറിയാം ടൂൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത് അല്ലെ. സ്റ്റോൺ ഏജസ്, ബ്രോൺസ് ഏജ്, അയൺ ഏജ്, അങ്ങനെ നമ്മൾ ഓരോരോ ഏജിലും ഉപയോഗിച്ചിരിക്കുന്ന ടൂളിന്റെ മെറ്റൽ അല്ലെങ്കിൽ ടൂളിന്റെ ആ ഒരു മീൻസ് ടൂള് പണിയാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു മെറ്റീരിയലിനെ വെച്ചിട്ടാണ് നമ്മൾ പീരിയഡ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് തന്നെ. അപ്പൊ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ടൂൾസ് എന്ന് പറയുന്നത് ഹ്യൂമൻ സൊസൈറ്റി ഇവല്യൂഷൻ ചെയ്തു വരാനായിട്ട്. അപ്പൊ അത് എഴുതാം. ദെൻ സൊറാസ്ട്രിയനിസം എങ്ങനെയാണ്, എന്താണ് പേർഷ്യൻ എംപയറിൽ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ റോൾ ഓഫ് ട്രേഡ് ഇൻ ബ്രോൺസ് ഏജ് സൊസൈറ്റീസ് ചോദിച്ചിട്ടുണ്ട്. ദ മായ സിവിലൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. നമ്മള് ബ്രോൺസ് ഏജ് സൊസൈറ്റീസിലെ ഒരുവിധം എല്ലാ ടോപ്പിക്സും കവർ ചെയ്താൽ ഇതിലെ 2 എന്ത് കിട്ടും, ഷോർട്ട് ആൻസർ എണ്ണം നമുക്ക് കിട്ടുന്നതായിരിക്കും. ബ്രോൺസ് ഏജ് സിവിലൈസ് സൊസൈറ്റീസും കിട്ടും, ട്രേഡിൽ അതായത് ട്രേഡ് ഇൻ ബ്രോൺസ് ഏജ് സൊസൈറ്റീസും കിട്ടും, മായ സിവിലൈസേഷൻ നമുക്ക് എഴുതാനായിട്ട് പറ്റും. Then section 2 വരുമ്പോൾ എക്സാമിൻ ദ ഡിബേറ്റ് ഓൺ ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ്, വിച്ച് ആർഗ്യുമെന്റ്സ് അപ്പിയർ മോസ്റ്റ് കൺവിൻസിംഗ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ SC ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ക്രിട്ടിക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മുടെ ഒരു പെർസെപ്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറഞ്ഞില്ലേ. ഇപ്പൊ ഈവൻ ഇൻ കേസ് ഇപ്പം ഒരൊറ്റ ക്വസ്റ്റ്യൻ എക്സാമിൻ ദ ഡിബേറ്റ്സ് ഓൺ ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ് എന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചെങ്കിൽ പോലും നമ്മൾ ആൻസർ ചെയ്തുമ്പോൾ എന്ത് ചെയ്യണം, ഈവൻ ദോ ഇത്രയും ക്രിട്ടിക്സും അല്ലെങ്കിൽ ഇത്രയും ഹിസ്റ്റോറിയൻസും പറഞ്ഞത് ഇങ്ങനെയാണെങ്കിലും നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, സയന്റിഫിക് ആയിട്ട് ഏറ്റവും മോസ്റ്റ്ലി നമുക്ക് തോന്നിയിട്ടുള്ള പെർസെപ്ഷൻസിനെയും അല്ലെങ്കിൽ ക്രിട്ടിക്സിനെയും എഴുതിക്കൊണ്ട് ഇതിനുള്ള പോസിബിലിറ്റീസ് ആർ ഹൈ ഇൻ ദർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യന്റെ ആൻസർ അവസാനിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അനലൈസ് ദ ഗ്രോത്ത് ഓഫ് മാരിടൈം ട്രേഡ് ഇൻ ഇന്ത്യൻ ഓഷ്യൻ ഡ്യൂറിംഗ് ദ 15th century. വാട്ട് ആർ ദ ഇമ്പാക്ട് ഓഫ് പോർച്ചുഗീസ് ഇൻവെൻഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ചെറുതിലെ പഠിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. ഇത് നമുക്കിപ്പോ കവർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പോർച്ചുഗീസുകാരുടെ ഇന്റർവെൻഷനിലൂടെ എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് അറിയാവുന്നില്ല. ഓഷ്യൻ ട്രേഡ് എന്താണ് ശരിക്കും ഒരു മോഡേൺ യുഗത്തിന് എന്താ പറയാ വാതിൽ ഓപ്പൺ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, ഈ മാരിടൈം ട്രേഡും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അതേപോലെ തന്നെ ട്രേസ് ദ മേജർ സയന്റിഫിക് അഡ്വാൻസ്മെന്റ്സ് ഇൻ മിഡീവൽ യൂറോപ്പ്. ഇത് എങ്ങനെയാണ് ഈ ഒരു മോഡേൺ വേൾഡ് ഷേപ്പ് ചെയ്യാനായിട്ട് കാരണമായിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനി ഫാമിലി സ്ട്രക്ചർ ഇൻ മിഡീവൽ യൂറോപ്യൻ സൊസൈറ്റീസ്. ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഫാമിലി സ്ട്രക്ചറിന്റെ മിഡീവൽ യൂറോപ്യൻ സൊസൈറ്റീസിൽ വന്നിട്ടുള്ളത്. ദെൻ എന്തൊക്കെയാണ് ഈ ചേഞ്ചസിന് കാരണങ്ങളായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ സോഷ്യൽ ഏർലി മീൻസ് മിഡീവൽ യൂറോപ്യൻ സൊസൈറ്റീസിന്റെ സ്ട്രക്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സോഷ്യൽ ഹിസ്റ്ററി ഡീൽ ചെയ്യുന്ന പേപ്പർ ആയതുകൊണ്ട് തന്നെ സോഷ്യൽ ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് അതിന്റെ സ്ട്രക്ചർ നമ്മൾ കൃത്യമായിട്ട് എല്ലാ സൊസൈറ്റിയിലും പഠിച്ചിരുന്നത്. ഈവൻ ഏൻഷ്യന്റ് മുതൽക്കേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ 250 വേർഡ്സിന് വരുന്ന നെക്സ്റ്റ് ഷോർട്ട് ആൻസേഴ്സ് ആണ്. Banjaras and their trading activities, gunpowder revolution and impact on warfare, then urbanization in medieval Europe, then the role of Protestantism in shaping modern European society. അപ്പൊ ഇത്രയും ഷോർട്ട് ആൻസേഴ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്സുകളെല്ലാം തന്നെ അതിൻ്റെതായ ഇമ്പോർട്ടൻസിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ പേപ്പർ കവർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ ഈ നിങ്ങൾക്ക് ആപ്പില്
ഈ ഒരു ഗൈഡ് കിട്ടുമ്പോൾ അതിൽ മോഡൽ ആൻസേഴ്സ് നോക്കിയിട്ട് അതിന്റെ ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണ്, ആൻസർ നമ്മൾ അതേപോലെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാനായിട്ട് പറ്റും ഏകദേശം ഒരു 80% മാർക്ക് നിങ്ങൾക്ക് ഈ പേപ്പറിൽ എന്തായാലും കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിലപ്പുറത്തോട്ട് കിട്ടുമായിരിക്കാം, പക്ഷെ നമ്മുടെ ഒരു ഇങ്ങനെ ഒരു ഇതിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അത് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദെൻ അതേപോലെ തന്നെ ആൻസർ എഴുതുമ്പോൾ നല്ല പ്രസന്റീവ് ആയിട്ട് നമ്മുടെ ആൻസർ എഴുതണം. ബിക്കോസ് നമ്മൾ PG ലേണേഴ്സ് ആണ്. സോ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് വളരെയധികം ധാരണയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ആൻസർ നമുക്ക് എഴുതാനായിട്ട് സാധിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.